അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ റൈഡ് പോയിട്ട്. അപ്പോൾ ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 66 ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഡേറ്റ് എന്ന് പറഞ്ഞ എത്ര? 5. ഇന്ന് ഡേറ്റ് 5/1/2024. ഈ വർഷത്തെ ഫസ്റ്റ് വ്ളോഗാണ് ഇത്. സൊമാറ്റോ വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ വർഷം അടിച്ച് പൊളിക്കണം കേട്ടല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷം കുറെ സങ്കടങ്ങളും കുറെ ദുഃഖങ്ങളും കുറെ കഷ്ടങ്ങളും കാണും. ഓക്കെ, അതേ സമയത്ത് കുറെ സന്തോഷങ്ങൾ കാണും. ഓക്കെ, അപ്പം എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും നമ്മൾ കഴിഞ്ഞ വർഷം അടിച്ചു പൊളിച്ച പോലെ ഈ വർഷം അടിച്ചു പൊളിക്കണം. ഈ വർഷം ഡ്രൈവ് ഓക്കെ സൊമാറ്റോ ഇടയ്ക്ക് ഡ്രൈവ് സ്ലോലി മെസ്സേജ് വന്നോണ്ടിരിക്കും. ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിലേക്കണത് ഓർഡർ അടിച്ചു. അതുകൊണ്ടാണ്. ഓക്കെ, ഡിലേ ആയി, സമയം പോവാം. അപ്പൊ ഈ വർഷം എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ അടിച്ചു പൊളിക്കണം. അതുമില്ലാതെ നമുക്ക് ഈ വർഷം നല്ല റീച്ച് കൂട്ടണം അല്ലേ. കഴിഞ്ഞ വർഷം 5000 ആയത്, ഈ വർഷം 50,000 ആക്കണം. 50,000 ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അപ്പൊ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു ചുമ്മാ ഇടയിൽ നിന്ന് ഡ്രൈവ് സ്ലോലി പറഞ്ഞോണ്ട് എത്രയോണം പറയുന്നേക്ക. ഇവനെ പറഞ്ഞ കാര്യമില്ല. സ്ലോലി പോലെ എന്ത് ചെയ്യണം നീക്ക. അപ്പൊ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫ് വ്ളോഗ് ചെയ്യാൻ സമ്മതിക്കൂല. അപ്പൊ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്ക് നിക്കണം. അപ്പൊ ഓക്കെ പോവാന്നാ. ബൈക്ക് റെഡി ആയിരിപ്പുണ്ട്. ബൈക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കണം, ഫ്രീ ആവട്ടെ. ഓക്കെ, ബാഗിൻ്റെ അതെല്ലാം വെച്ചിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ പോന്നാ. കമോൺ ഗൈസ്. ഓക്കെ, പോയിട്ട് വരാം. ഓക്കെ, പെട്രോളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്, ഇന്നലെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നേരെ പോവാം. പോയിട്ട് വരാം. ബൈ സീ യു. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ട് വരാം. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ച സ്ഥലം ഡിങ്കൻ കിച്ചനാണ്. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:15 ഇപ്പോൾ 11:03. വൈകിട്ട് 5 to 10 വർക്ക് ചെയ്യുന്ന സമയം. ഓക്കെ, അപ്പോൾ ഇന്ന് കാലാവസ്ഥ പറയുമ്പോൾ അതാ നല്ല വെയിലുണ്ട്. കുറച്ച് മഴമേഘം ഉണ്ടല്ലോ അവിടെ ആയിട്ട്. മഴ പെയ്യോ? പെയ്യാനൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് വെയിൽ തന്നെ, കുഴപ്പമൊന്നുമില്ല. വാ. ഓക്കെ, നമ്മളങ്ങനെ പൂജപ്പുര മെയിൻ റോഡെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റാണ്. ഇവിടെ തന്നെ ഡിങ്കൻ കിച്ചൺ. ഇവിടെ വണ്ടി പാർക്കിങ് കുഴപ്പമില്ലല്ലോ. 829 സൊമാറ്റോ. ഇത് നമ്മൾ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരും ആപ്പിൽ. അപ്പോൾ ഏതൊക്കെ റെസ്റ്റോറൻറ്റ് കാണിക്കും. കാണിച്ച് ഫുഡ് എടുക്കുക, കസ്റ്റമർ അഡ്രസ്സ് കാണിക്കും. അങ്ങനെയാണ്. ഓക്കെ, ശരി. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. ഇപ്പോൾ പോകാം. സമയം പാപ്പാ. അപ്പോൾ നമ്മൾ ഓർഡർ കൈപ്പറ്റി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം പൊറ്റയിൽ പിടാരൻ റോഡാണ്. ഇവിടെ നിന്ന് 6.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് 2 ചിക്കൻ ദം ബിരിയാണിയാണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും അത് തന്നെ, അതൊക്കെ നമ്മൾ ശരിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ചുമ്മാ ഇരുന്ന് നമ്മൾ വിഷമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കാണ്ട് തന്നെ അവസാനം വരയ്ക്ക് സന്തോഷം കാണാൻ പറ്റാതായി പോകും. അതുകൊണ്ട് നമ്മൾ വരുന്ന ദുഃഖങ്ങൾ കഷ്ടങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ മാക്സിമം നോക്കണം. അതിനിടയ്ക്ക് സന്തോഷങ്ങൾ അനുഭവിച്ചേക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ നടക്കുമ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളൂ എന്ന് വിചാരിക്കും. എല്ലാവർക്കും എല്ലാ ദുഃഖങ്ങളും കഷ്ടങ്ങളുണ്ട്. എനിക്കുമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും ആ സമയത്തൊക്കെ വിഷമിക്കാറുണ്ട്. എന്നാലും അതുപോലത്തെ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ. കാരണം ഇഷ്ടപ്പെട്ട ജോലി, ഈ ജോലി ചെയ്യുമ്പോൾ എന്ത് വിഷമമുണ്ടെങ്കിലും അങ്ങനെ പറന്നു പോകും. അതാണ് പറയുന്നത്, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക. പിന്നെ വീട്ടിൽ വരുമ്പോൾ വിഷമം പിന്നെ കണ്ടിന്യൂ, അത് വേറെ വിഷയം. സൂപ്പർ ബൈക്ക് മോജോ, നല്ല പവറുണ്ട് വണ്ടിക്ക്. ഇതുപോലത്തെ ബൈക്കെല്ലാം വാങ്ങണത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു ദിവസം വാങ്ങി എന്തായാലും, എന്നിട്ട് അതിൽ വ്ളോഗ് ചെയ്യാം. സൊമാറ്റോ വ്ളോഗ് അല്ലേ. മൈലേജ് എത്ര കിട്ടും? ഒരു 15 കേട്ടോ. 500 പെട്രോൾ അടിച്ചിട്ട് 500 ഓർഡറാണ്. എന്ത് ലാഭം അതിൽ? അത്താറ് ഉത്താറ് കാട്ടാത്ത ഉത്താറ് எல்லாமே இனிமே നല്ലതാ നടക്കും പട്ടാസ് സുമാവേ കൊളുത്താമ വെടിക്കും. സത്യം പറഞ്ഞാൽ ഓരോ ന്യൂ ഇയർ വരുമ്പോഴും നമ്മൾ ഒരു പ്ലാൻ ചെയ്യും. ഈ വർഷം നമ്മൾ കുറച്ചുകൂടെ ലൈഫ് ഒന്ന് സെറ്റിലാക്കണം, ഒന്ന് അടിപൊളിയാക്കണം, എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം എന്നൊക്കെ. ആദ്യത്തെ ഒരാഴ്ച നമ്മൾ കറക്റ്റ് അതുപോലെ ഫോളോ അപ്പ് ചെയ്യും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ പഴയ പോലെ ലൈഫ് പോകും. ഇപ്പോൾ നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ ജെന്യുവായിട്ട് ചെയ്താൽ മാത്രം മതി. വേറെ കുഴപ്പമൊന്നുമില്ല. പ്രത്യേകമായിട്ട് പുതിയതായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല പ്രവർത്തി ചെയ്യുക, ആരെയും ചതിക്കാതിരിക്കുക. പിന്നെ ആരെയും ചുമ്മാ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളെ ഭാഗത്തിന് ഒരുപാട് കുറ്റങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള കുറ്റം പറയാതിരിക്കുക. സാധാരണ യൂഷ്വലായിട്ടുള്ള കാര്യം ഫോളോ അപ്പ് ചെയ്താലും മതി. എന്നെയും ചേർത്താണ് പറയുന്നത്. നിങ്ങൾ എല്ലാവർക്കും സഹായിക്കണം നിർബന്ധമൊന്നുമില്ല. തൻ്റെ കുടുംബം നോക്കി മര്യാദയ്ക്ക് ജീവിച്ചാലേ നമ്മളെ സമൂഹത്തിൽ നല്ലൊരു മാറ്റം വരും അല്ലേ. അത്ര മതി. പിന്നെ ജിമ്മിൽ പോകണവർക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാം. പോകാത്ത ആൾക്കാർക്ക് രാവിലെ അഴിച്ച് ഓടാൻ പോയാൽ മതി. അപ്പോൾ അതും പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ജോലി ഹാർഡ് വർക്ക് ചെയ്താൽ മതി.
അത് തന്നെ നല്ല വർക്കൗട്ടാണ്. ഈ ലൈഫിൽ മാക്സിമം ഹാപ്പിനെസ് മാത്രം സമ്പാദിക്കാൻ നോക്കുക, നെഗറ്റീവ് അടിച്ച് കളയുക, അത്ര തന്നെ. എനിക്ക് തന്നെ കുറേ കമൻറ്റ്സ് വരുന്നുണ്ട് നെഗറ്റീവ് കമൻറ്റ്സൊക്കെ. റീച്ച് കുറഞ്ഞപ്പോൾ ഒന്നും വന്നില്ലായിരുന്നു, റീച്ച് കൂടിയ സമയത്ത് നല്ല പറഞ്ഞു നെഗറ്റീവ് കമൻറ്റ്സൊക്കെ. നീ നെഗറ്റീവ് കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുള്ളൂ, അവന്മാരൊന്നും മാറാനൊന്നുമില്ല. കാരണം അവന്മാർക്ക് രക്ഷപ്പെടാൻ താല്പര്യമില്ല, രക്ഷപ്പെടാൻ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവന്മാർക്ക് ഇഷ്ടപ്പെടില്ല. എന്തായാലും നമുക്ക് ഇത് കാണും വേറൊന്നുമില്ല തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ നല്ലൊരു പച്ച പിടിച്ച് വരണത് കാണുമ്പോൾ അവന്മാർ ചൊറിയണമെന്നുണ്ടെങ്കിൽ ഇനിയും നല്ല പച്ച പിടിച്ച് കാണിച്ച് കൊടുക്കണം. നല്ല ചൊറി കിട്ടും അവന്മാർക്ക്, അത്ര അല്ലേ? അതാണ് അതിൻ്റെ റിവഞ്ച്. ചൊറിയണ ആൾക്കാരെ മുമ്പിൽ നമ്മൾ ജീവിച്ച് കാണിക്കും അടിപൊളിയായിട്ട്. അവന് ചൊറിയണം, ചൊറിഞ്ഞ് പറഞ്ഞ് അവൻ പുണ്ണാവണം. ഓക്കെ, ലൊക്കേഷൻ എത്താറ് ഏകദേശം. ഇവിടെ റോഡത്തിരി മോശമാണ് കേട്ടോ, അപ്പോൾ അതൊക്കെ പോകണം. അതാറ് അതാറ് ഉഡാറ് ഉദാറ് എന്തോന്ന് പാട്ടാന്ന് തോന്നുന്നു. ഇത് തന്നെ പ്രകൃതി ഗാർഡൻ. B3 അടുത്തായിട്ടാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. B2 ഇവിടെയാണോ? ഇവിടെ അല്ലേ? ശരി ശരി, താങ്ക് യു. അപ്പോൾ പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 103.51 പൈസയാണ്. നല്ല ഓർഡർ കേട്ടോ, സൂപ്പർ. ഇതിൽ 30 ടിപ്പുണ്ട്, ഓൺലൈൻ ടിപ്പ് കൂടെ. അപ്പോൾ ഇപ്പോൾ കൊടുത്ത ഓർഡർ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. 2 എണ്ണമല്ല, ഡബിൾ ചിക്കൻ ദം ബിരിയാണിയാണ്. ആ ഡബിൾ എന്ന് പറയുമ്പോൾ ഇരട്ടിയായിരിക്കും. സാധാരണ ചിക്കൻ ബിരിയാണിയെക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി കാണും. ഞാൻ നേരത്തെ പറഞ്ഞത് 2 ചിക്കൻ ബിരിയാണി പറഞ്ഞല്ലേ, സോറി. അപ്പോൾ നമുക്ക് നേരെ വന്ന വഴി തിരിച്ച് പോവാം, നേരെ തിരുമല ജംഗ്ഷനിൽ പോവാം. അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോവാം. ഓക്കെ ഓക്കെ, സൂപ്പർ ലൊക്കേഷനിൽ എങ്ങോട്ടൊക്കെ അടിപൊളിയായി. നോക്ക്, ഇതൊക്കെ കാണുമ്പോൾ എവിടെയെങ്കിലും പോകാൻ തോന്നണല്ലേ. നോക്ക്, നല്ല ചെടിയും കാടും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക വൈബാണ്. എനിക്ക് എവിടെയെങ്കിലും ടൂർ പോകാൻ കൊതിയാവണം. എനിക്ക് അതിൻ്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം, വാത്സല്യം വേണേ. പക്ഷേ പൈസയൊക്കെ വന്നു തുടങ്ങി യൂട്യൂബിൽ നിന്ന്. പക്ഷെ വന്നിട്ട് എന്ത് പ്രയോജനമല്ലേ, കംപ്ലീറ്റും ലോൺ കൊണ്ടുപോയില്ലേ. പക്ഷെ ലോൺ അടയ്ക്കേണ്ടത് തന്നെ, അത് വേറെ വിഷയം. നല്ല പൈസ വരട്ട്. ഇനി ഇതൊന്നും പോരാ, നമുക്ക് സൊമാറ്റോ വ്ളോഗ് ഫുള്ള് നടത്തിയിട്ട് ഇന്ത്യ മൊത്തം കറങ്ങണ്ടേ അല്ലേ. അടുത്ത ഓർഡർ അടിച്ചു കേട്ടോ, ഹോട്ടൽ അസീസ്, തിരുമല പൂജപ്പുര. 30 ടിപ്പുണ്ടല്ലോ, ക്യാഷ് ടിപ്പ് കൊള്ളാം. ഹാപ്പി ന്യൂ ഇയർ വന്നതേ അൻപൈ ചൊല്ലും. ഓക്കെ, നമ്മളങ്ങനെ തിരുമല ജംഗ്ഷൻ എത്തി. കട്ട ബ്ലോക്കാണല്ലോ, എന്ത് ചെയ്യാൻ? പൈസ അടി കൂടെ പോകാൻ. ഓക്കെ, ഓൾറെഡി വന്നു. ബാ 7095. ഓക്കെ, ഓക്കെ പോകാന്നാ. മണി ഇപ്പോൾ കറക്റ്റ് 12:45 അപ്പോൾ നമ്മൾ ഓർഡർ കൈപ്പിടിച്ചാൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുന്നപ്പുഴ. അവിടെ നിന്ന് ഒരു 2.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം മിനി ചിക്കൻ ബിരിയാണി, ചിക്കൻ റോസ്റ്റാണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. 2ാമത്തെ ഓർഡർ ഐശ്വര്യമായിട്ട് കൈപ്പറ്റി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലൊരു 8 ഓർഡർ അടിക്കണം ഉച്ചയ്ക്ക് മാത്രം. പിന്നെ വൈകിട്ട് 8 ഓർഡർ, എല്ലാം കൂടെ 16 ഓർഡർ 7 ഗിഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 250 ഇൻസെൻറ്റീവ് കിട്ടും. നമ്മളങ്ങനെ കുന്നപ്പുഴ ജംഗ്ഷൻ എത്തി. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കുന്നപ്പുഴ ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേക്കാം. കുന്നപ്പുഴ ബോയ്സ്, ഗേൾസ് വരാൻ കുറവാണ്. നമ്മളെ വീഡിയോ ഒന്നും ഗേൾസ് അധികം കാണാനൊന്നുമില്ല, കൂടുതലും കാണുന്ന ബോയ്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയി ലെഫ്റ്റ് എടുക്കണം. അവിടെയാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. പൊങ്കളം എന്ന ഏരിയയിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ശ്രീധർ എവിടെയാണ്? ശ്രീധർ എവിടെയാണ്? ഇവിടെ അല്ലേ? KR 140 പറഞ്ഞു. ഹലോ, സൊമാറ്റോ ആണേ. ഞാൻ അവിടെ KR 100. ഞാൻ അവിടെ എത്തിയായിരുന്നു. ഇവിടെ ഒരു മൊബൈൽ ടവർ ഉണ്ടല്ലോ, സെൽഫോൺ ടവർ. അവിടെയാണോ? വി ഫൗണ്ട് ദ ലൊക്കേഷൻ. ഇവിടെ എവിടെയാണ് പറഞ്ഞവർ. സൊമാറ്റോ ഫുഡ് ഇവിടെ ഓർഡർ ചെയ്തു. സൊമാറ്റോ ശ്രീധരൻ. ഞാൻ മുടുക്ക് കയറിയായിരുന്നു. മറ്റേ സിമൻറ്റ് സിൽവർ കാർ കഴിഞ്ഞ് ലെഫ്റ്റ് അല്ലേ? മാറിപ്പോയോ? പിന്നെ ലക്ഷ്മി മോട്ടോഴ്സിന്റെ ഫ്രണ്ടിൽ ഒരു പൈപ്പ് ഇരിപ്പുണ്ട്, അതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡ് കാർ കിടപ്പുണ്ട്. റൈറ്റ് സൈഡ് സിൽവർ കളർ 148 തന്നെ. ഓക്കെ, അതാ KR 148 പോയായിരുന്നു. അവിടെ ഒരു മാമ ഉണ്ടായിരുന്നു, അവിടെ ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെയാണ്. ഓക്കെ നമ്പർ 148 അവിടെ. ഇവിടെയാണ് നമ്പർ സെയിം ആണല്ലേ? ഇവിടെ ഓക്കെ, അവിടെ സെയിം നമ്പറായിരുന്നു. അവിടെ കയറിയത്. ഓക്കെ, ശരി എന്നാൽ, താങ്ക് യു. ഓക്കെ ഇതാ നിൽക്കണില്ല. ടാറ്റ, ബൈ ബൈ, സീ യു. എന്ത് പറയണത്?
ഇപ്പൊ കുറയല്ല തെറിയാണ്. ഈ കുറച്ചത് കൊരയല്ല തെറിയാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 62 രൂപ 60 പൈസയാണ്. അപ്പോൾ നമുക്ക് നേരെ എവിടെ പോകാൻ? ശരി, എവിടെയെങ്കിലും പോകാം. പോകുന്ന വഴിക്ക് ഓർഡർ അടിച്ചോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ 2 ഹൗസ് നമ്പർ ഒരേപോലെ 148 ആ വീട്, ഫസ്റ്റ് പോയ വീട്. ഓർഡർ കൊടുത്ത വീട് 148. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതാണ് വിഷയം. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അസീസ് റെസ്റ്റോറൻറ്റ് പൂജപ്പുര. കൊള്ളാം, കുഴപ്പമില്ല, വാ പോവാം. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു, അപ്പോൾ എന്നെ കാണാൻ ജയൻ്റെ ലുക്ക് ഉണ്ടെന്ന്. സത്യമായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പുള്ളി പറഞ്ഞായിരുന്നു ജയൻ്റെ ലുക്കുണ്ട്, ജയൻ്റെ അതോ ബോഡി ലാംഗ്വേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ജയനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ല, കാരണം ജയൻ്റെ ബോഡിയാണ് ഏറ്റവും ഒരു പ്ലസ് അല്ലേ. എനിക്ക് ജയൻ ഇഷ്ടപ്പെട്ടത് മെയിനായിട്ട് ജയൻ്റെ ബോഡി വർക്കൗട്ടിങ്, നല്ല കിടിലൻ ബോഡിയാണ് പുള്ളി, നാച്ചുറൽ ബോഡിയാണ്. ഇങ്ങനെ മസിൽസ് ഒന്നും അധികം പടച്ച് നിൽക്കാനൊന്നുമില്ല, കാണാൻ കറക്റ്റ് ഒരു നോർമൽ ബോഡിയാണ്, ഫിറ്റ്നസ് ആയിരിക്കും. അപ്പോൾ ജയനെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ ജയൻ്റെ സ്റ്റൈൽ വ്ളോഗ് ചെയ്യാം. ഓക്കെ. What did you say? Buggers. Maybe we are poor. Police. But we are not buggers. അപ്പോൾ ജയൻ്റെ മിമിക്രി ചെയ്യണോ? ചളുവാവോ? ഇല്ലല്ലോ, ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം, എഡിറ്റിങ്ങിൽ മാറ്റാം അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മളിത് ഓർഡർ കൈപ്പിടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കനകുന്ന് പാലസ് മ്യൂസിയമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 4.4 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം ഒരു പോത്ത് കൊഴുവാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം ഒരു പോത്ത് കിഴി ബിരിയാണിയാണ്. പയ്യൻ ലൈഫ് അടിച്ച് പൊളിക്കണം ഗോയ്സ്. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ. ഓക്കെ, നമ്മളങ്ങനെ മ്യൂസിയം ജംഗ്ഷൻ എത്തി. വെയിറ്റ് ചെയ്യാം, സിഗ്നൽ കിടക്കല്ലേ. നമ്മളെ ട്രിവാൻഡ്രം ഒരു നൊസ്റ്റാളജി പ്ലേസ് ആണല്ലേ, വേറൊന്നും ഇല്ലാതാ. ഈ സൈഡ് മ്യൂസിയം ഉണ്ട്. ഈ മ്യൂസിയം സൂവിലൊക്കെ നമ്മൾ കൊച്ചിലെ വരാൻ നേരത്ത് നമുക്കൊരു വണ്ടർല വീഗലാൻഡൊക്കെ വണ്ടർല പോയൊരു ഫീലാണ്. കാരണം നമ്മളൊരു ഞായറാഴ്ചയൊക്കെ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പറയും നമ്മൾ സൂവിലോട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ആ ദിവസം രാവിലെ തൊട്ട് ഉച്ച വരെ, ഉച്ചയ്ക്ക് നമ്മൾ ഇറങ്ങുള്ളൂ, ഒരു ഭയങ്കര ഒരു ആക്റ്റീവായിരിക്കും. ഇപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. നമ്മളെ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പോഴൊക്കെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റൊക്കെ ഇഷ്ടംപോലെ വന്നല്ലോ, അതുകൊണ്ട് സൂവും മ്യൂസിയം ഒന്നും പഴയ പോലെ പ്രാധാന്യം കാണും തോന്നുന്നില്ല. എന്നാലും നമുക്ക് ഇപ്പോഴും അതൊക്കെ വലിയ സംഭവം തന്നെ അല്ലേ. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. അപ്പോൾ ഇവിടുത്തെ റോഡ് ഇത്ര മോശം കിടക്കണം. പക്ഷേ എൻ്റെ അമ്മോ, ഇവിടെയാണെന്ന് പറഞ്ഞത് കനകൂറിൻ്റെ ബാക്ക് ഗേറ്റെന്ന്. ഇവിടെ വണ്ടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം, വാ വിളിക്കാം. ഓക്കെ ഇല്ലല്ലോ, ശരി. ഓക്കെ, ഓർഡർ ഡെലിവർഡ്. നമ്മളെ ബൈക്കിൻ്റെ ബാറ്ററി ഡൗൺ ആയിട്ടാ, ഇടയ്ക്കിടെ ഡൗൺ ആവുകയാണ്. വാറൻറ്റി കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 47 രൂപ 26 പൈസയാണ്. അടുത്ത ഓർഡർ അടിച്ച്, ചെറിയ ഓർഡർ എന്തിനടേ, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത അടിച്ച ഓർഡർ എന്ന് പറയുന്നത് ഹാജി അലി ഫ്രഷ് ഫ്രൂട്ടാണ്, മറ്റേ പാളയത്തിന് ഇവിടെ നടത്തിന. അപ്പോൾ ഒരു ലോറി കിട്ടിയിരുന്നെങ്കിൽ ഒരു 1000 ഓർഡർ ബൾക്ക് എടുക്കാമായിരുന്നു. ഓക്കെ, ഹാജി അലി എത്തി. എന്തൊരു മണം ജ്യൂസിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ മണം അല്ലേ. 6309. बिल देना, बिल कैंसिल करना पड़ेगा ना. आपका आइटम क्या है? पाइनएप्पल जूस मिलता है, चॉकलेट मिलता है. ഓക്കെ, തീർന്നല്ലോ. मैं एक और भी बोला आपके पास. ഓക്കെ, നമ്മൾ ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറയാൻ നല്ല സുഖം ഉണ്ടാകത്തിരിക്കുക, നല്ല യാസി ഉണ്ട്, അതേ സമയത്ത് നല്ല ഫ്രൂട്ട്സിൻ്റെ മണം എന്ന് പറഞ്ഞ പോലെ. ഓറഞ്ച്, പൈനാപ്പിൾ, മുന്തിരി എല്ലാം കൂടെ മിക്സായൊരു മണമാണ്. ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അല്ലേ നല്ലതാണ്. ശരി, പോവാം. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 1:30 മണിയായിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് പൈനാപ്പിൾ ജ്യൂസ്, ബട്ടർ സ്കോച്ച് മിൽക്ക് ഷേക്ക്, ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ്. പോകേണ്ട സ്ഥലം മുറിഞ്ഞപാലം. ഇവിടെ 3.1 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല. നല്ല പൊരിഞ്ഞ വെയിലാണ്, ഒടുക്കത്തെ വെയിൽ. ഈ വെയിലത്ത് നല്ല ജ്യൂസ് കുടിച്ചാൽ ശരിയാവുള്ളൂ. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ 10-80 രൂപ പോകും, നമുക്ക് മുതലാവില്ല. നമുക്ക് പറ്റിയ ലൈം ജ്യൂസ് 20 രൂപയ്ക്കുള്ളത്, അതും ജ്യൂസിനല്ലേ. ശരി, അത് മതി. നമ്മളങ്ങനെ മുറിഞ്ഞപാലം എത്തി. ഇവിടെ നിന്ന് നേരെ പോകണം
ആ സിഗ്നൽ കഴിഞ്ഞ ഉടനെ ഒരു 100 മീറ്റർ കഴിഞ്ഞിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. ഇത് പറയാനുള്ള മെയിൻ കാര്യം എന്നുള്ളത് ഇതിൽ പറഞ്ഞാലേ പറ്റൂ, സൊമാറ്റോ വ്ളോഗല്ലേ അങ്ങനെയൊക്കെയുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് കാണും. ലൊക്കേഷൻ എത്തി ഇവിടെ തന്നെ, ജോൺസ് ഡെൻ്റൽ സെൻറ്റർ. ഓക്കെ ഇത് തന്നെ ഇവിടെയാണോ അഖില ആദേശം? ഓക്കെ ഓക്കെ ശരി. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചുണ്ട്. വാഴയില്ല, മുറിഞ്ഞ പോലെ തന്നെ. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. വാ 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 വാ. എന്ത് വെയിലായാലും മഴയായാലും ഒന്നും നോക്കാൻ പാടില്ല, കട്ടൊക്കെ ജോലി ചെയ്യുക, അത്ര തന്നെ. കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ കിളിമകളെ കിളിമകളെ പഴമുതിരും ചോലകളിൽ പാടാൻ വാ, കഥ പറയാൻ വാ. പെട്ടെന്ന് പഴയ പാട്ടിൽ പോയല്ലേ, എന്തുകൊണ്ട്? കാരണം ജയൻ തന്നെ. ഇത് ജയൻ്റെ പാട്ടല്ല, ഇത് മമ്മൂട്ടിയുടെ പാട്ടാണല്ലേ. ഓക്കെ ലൊക്കേഷൻ എത്തി. വാഴയില്ല ഇവിടെ തന്നെ. ഓക്കെ റെഡിയായി. അകത്ത് പോകണോ? ഓർഡറാണേ, സൊമാറ്റോ. $460 ഓക്കെ ഇത് തന്നെ. ഓക്കെ നമ്മൾ ഓർഡർ കഴിഞ്ഞിട്ട് കഴിഞ്ഞു. ആടാ അത് വഴി കറിക്കണം വണ്ടി കൊണ്ട്. എവിടെ ബ്ലോക്ക് ആവും അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ നമ്മൾ കൊടുക്കേണ്ട ഓർഡർ ആയിട്ട് നമ്മൾ അടുത്തിന് ഒരു 150 മീറ്റർ ദൂരമേ ഉള്ളൂ. കൊണ്ടുപോകുന്ന ഐറ്റം ഫിഷ് പൊതിച്ചോറാണ്. ഇവിടുത്തെ സ്ഥലം ജി ഹോസ്പിറ്റൽ. കറക്റ്റ് 150 മീറ്റർ ദൂരമേ ഉള്ളൂ ലൊക്കേഷൻ. നടന്നു പോകാനേ ഉള്ളൂ അവർക്ക് തന്നെ. കുഴപ്പമില്ല, നമുക്കിൻ്റെ ജോലിയായില്ല. ശരി വിളിച്ചു നോക്കാം. ആ സൊമാറ്റോ ആണേ. എവിടെ എത്തിയായിരുന്നു? ജി ഹോസ്പിറ്റൽ ഫ്രണ്ടിലേക്കാണ്. ജി ഹോസ്പിറ്റൽ അവിടെ നിൽക്കുകയാണ്. ഓക്കെ കസ്റ്റമർ അകത്ത് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ്. ജി ഹോസ്പിറ്റൽ അകത്ത് പോകണം. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഏറ്റവും വലിയ വിഷയം. എവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം വണ്ടി? തൽക്കാലത്തേക്ക് പ്ലാറ്റ്ഫോമിൽ കയറി ഇവിടെ പാർക്ക് ചെയ്ത് വയ്ക്കാം. വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് B1 ഓക്കെ ഞാൻ അതാ വരുന്നുണ്ട്. B1 അല്ലേ? സൊമാറ്റോ ആണ് ഫുഡ്. ഫുഡ് കൊടുക്കണം. കൃത്തിക, ഡോക്ടർ കൃത്തിക എന്ന് പറഞ്ഞത്. ഡോക്ടർ കൃത്തിക B1 പോകണം. അപ്പോൾ ഓക്കെ പോകാം. മണി ഇപ്പോൾ 2:10 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊടുത്ത ഓർഡർ പേയ്മെൻറ്റ് 20 രൂപയാണ്. നമ്മുടെ അകത്ത് പോയിട്ട് ക്യാമറ യൂസ് ചെയ്തില്ല, കാരണം ഹോസ്പിറ്റലാണ്. അപ്പോൾ അകത്തൊക്കെ റെസ്ട്രിക്ഷൻ കാണും, അതുകൊണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടില്ല, ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, കോടതിയിൽ കയറുമ്പോൾ നമ്മൾ ക്യാമറ മാക്സിമം ഓഫ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സ്റ്റീം പോർട്ടിലാണ്. ഓക്കെ സ്റ്റീം പോർട്ട് എത്താറായി. കൊട്ടക്കുഴി ജംഗ്ഷനിലാണ് വരുന്നത്. ലെഫ്റ്റ് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാം. ഓക്കെ ഫുഡ് റെഡിയായി. വാ അപ്പോൾ എടുക്കാം. ഓക്കെ പോന്നാ. നല്ല വെയിൽ കേട്ടാ. ഓ കണ്ണൊക്കെ പൊള്ളാണ്, കണ്ണ് മുഖമൊക്കെ. ഓക്കെ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേട്ടയാണ്. ഇവിടുന്ന് 3.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഫിഷ് കറി മീൽസാണ്. നമ്മളങ്ങനെ പേട്ട ജംഗ്ഷൻ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 300 മീറ്റർ ദൂരമേ ഉള്ള ലൊക്കേഷൻ എത്താറ് ഏകദേശം. ഓക്കെ ഇതിൻ്റെ അകത്താണ് ലൊക്കേഷൻ വരുന്നത്. SN നഗർ. ഫുൾ ഇൻ്റർലോക്കില്ല ഇവിടെ, സൂപ്പറായിട്ട്. ഇൻ്റർലോക്ക് കൊള്ളാം, പക്ഷേ ഗ്രിപ്പ് കിട്ടുമല്ലോ ചില സമയത്തൊക്കെ. ഇവിടെ തന്നെ ലൊക്കേഷൻ എത്തി. ഓക്കെ ഇത് തന്നെ. പട്ടിയുണ്ട്, അകത്തോട്ട് വരാൻ പാടില്ല എന്ന് എഴുതിയിരിക്കണം. നിമി റോജിൻ അല്ലേ? ഓക്കെ ശരി. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 36-31 പൈസയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പേട്ടയാണ്. എങ്ങോട്ട് പോവാൻ? എവിടെയെങ്കിലും പോവാം അല്ലേ. ഓർഡർ അടിക്കണത് കണക്കിന് പോകാം അങ്ങോട്ടെങ്കിലും. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മണി 3 ആവാറായി. നമ്മൾ സൊമാറ്റോ ആപ്പ് ഓഫിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ 3 മണി വരെയാണ്. സാധാരണ നമ്മൾ 4 മണി ഓടും, പിന്നെ അത് 3 ആക്കി നമ്മൾ. കാരണം ഇപ്പോൾ നമ്മൾ വൈകിട്ട് നേരത്തെ പോവുകയാണ് അതിന് പകരമായിട്ട്. അപ്പോൾ 5 മണി തൊട്ട് 10 മണിയുടെ അടുത്ത വൈകിട്ട് ഓടണം. അപ്പോൾ അടുത്ത് നമുക്ക് നേരെ വൈശൂട്ടി വിളിക്കാം, സ്കൂളിൽ പോകാം. ഓക്കെ അപ്പോൾ ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞ് വൈശൂട്ടി സ്കൂളിൽ പോയി തുടങ്ങി. വേറെ വിഷയമൊന്നുമില്ല, സ്കൂളൊക്കെ തുറന്ന് നല്ലപോലെ പിള്ളേർ പഠിക്കാൻ തുടങ്ങി പഴയ പോലെ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടാക്കി നിൽക്കണം. വാ വാ വാ. അങ്ങനെ വൈശൂട്ടി സ്കൂളെത്തി. ശരി തല പറ. ശരി ഇന്ന് നേരത്തെ എത്തിയല്ലേ? ഇത് ജോലി കുറവായിരുന്നു. ഹായ് പറ ക്യാമറ നോക്കി. എന്ത് വെയിലടിക്കണ? വിശപ്പുണ്ടാ? ഇല്ലല്ലോ. ശരി ഓക്കെ നമ്മളിപ്പോൾ നേരെ അടുത്ത് ഇങ്ങോട്ട് പോവുകയാണ്. പറ വീട്ടിലോട്ട് അല്ലേ. വീട്ടിൽ പോയി വൈശുദ്ധി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി നമുക്ക് അടുത്ത വ്ളോഗ് ചെയ്യാം. ഓക്കെ പറഞ്ഞു മ്യാവൂ.
ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം ഞാൻ നിങ്ങളുടെ കാത്തു ആണോ? അപ്പോൾ ചോറ്, കരുവാട് കറി, മുട്ട ഓംപ്ലേറ്റ്, രസം, ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് ലഞ്ച്. അപ്പോൾ കഴിക്കാം. വിശക്കണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കണക്ക് പറയണ്ടേ. ഇന്ന് മൊത്തം കിട്ടിയ 6 ഓർഡറാണ്. മൊത്തം ഓടിയ കിലോമീറ്റർ 40 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 306 രൂപ. വലിയ കുഴപ്പമില്ല. സത്യം പറഞ്ഞ് 11 മണിക്ക് നമ്മൾ ഓൺ ചെയ്തായിരുന്നു. ഓർഡർ അടിച്ചാൽ 12 മണിയായി. അപ്പോൾ 1 മണിക്കൂർ ചുമ്മാ നമ്മൾ ഇരുന്ന് വീട്ടിൽ. അപ്പോൾ 12 തൊട്ട് 3 മണി ഓടി. മൊത്തം 3 മണിക്കൂർ 306 രൂപ. അപ്പോൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. അപ്പോൾ അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. കഴിക്കാനാ വിശക്കണ്. കരുവാട് കറി, നെത്തോലി കരുവാടാണേ. ഒരു തുണ്ട് ഓംപ്ലേറ്റ് എടുക്കുക, അല്ലേ, എപ്പോഴും പോലെ ഇങ്ങനെ വയ്ക്കുക. അതിൻ്റെ പുറത്ത് ചോറിട്ട് മൂടുക. അങ്ങനെ എടുത്ത് സൂപ്പർ. അതുപോലെ സൂപ്പർ. രസം കഴിച്ചിട്ടുണ്ട്, അത് കഴിച്ചു നോക്കാം. ഒരു മുട്ട എടുത്തോ. ഓംപ്ലേറ്റിൻ്റെ വീക്ക്നെസ് ആണ്. ഞാൻ പറഞ്ഞേ, വിഷമൊന്ന് കഴിക്കുമ്പോൾ ഏതൊരു ആഹാരവും ടേസ്റ്റ് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ ഇച്ചിരി പയ്യെ പറയാം. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കണ്ടൊക്കെ നിൽക്കണം.